ഹേ ഗായ്സ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. വീടിന്റെ അപ്ഡേറ്റ് തരാന്ന് പറഞ്ഞിട്ട് കാർത്തിക് ഇത് കണ്ടിട്ട് വീട് പോലെ തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഗൈസ്, നമ്മൾ വെക്കുന്ന വീട് അവിടെയാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് അവിടെയാണ്. ഇതിന്റെ രണ്ട് മധ്യഭാഗത്തായിട്ടിരിക്കുന്നത് മംഗലത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഇപ്പൊ പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മംഗലത്ത് നാഗരാവുണ്ട്, അത് അവിടെ. അപ്പൊ ഇതിന്റെ പണി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ആളാഴ്ച? 3 മാസം കൊണ്ട് നമ്മൾ ഇത്രയായിരുന്നു. ഇത് തെക്കതായിരുന്നു. അപ്പൊ തെക്കത് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പുനരുദ്ധരിച്ച് അമ്പലമായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭദ്രകാളിയുടെ പ്രതിഷ്ഠ വരും, അവിടെ ഒരു ഗണേശ്വരന്റെ പ്രതിഷ്ഠ വരും. ഇത് ഇങ്ങോട്ട് നീങ്ങും, ഇവിടെ പിന്നെ ഉപദേവതകളെല്ലാം ഇങ്ങോട്ട് പ്രതിഷ്ഠയാവും. കംപ്ലീറ്റ് അവിടെ കൺസ്ട്രക്ഷൻ, ഇവിടെ കൺസ്ട്രക്ഷൻ, പുതിയ വീട്ടിൽ കൺസ്ട്രക്ഷന്റെ ബഹളമാണ് ഗൈസ്. കുടുംബക്ഷേത്രത്തിന് വേറെ ലെവലിൽ പോവും, പൊളിയായിരിക്കും. ചന്ദ്രമാവനാണ് ഗൈസ് നമ്മുടെ വീടിന്റെ പണി കംപ്ലീറ്റ് പൂശും. കൈ ഞാൻ തന്നേക്കുന്നത് തരാനാണ്. ചന്ദ്രമാവനാണ് കംപ്ലീറ്റ് നമ്മുടെ വീടിന്റെ പൂശും ചുടുകട്ടവർക്കും അത്രയും ചെയ്തതല്ലേ. അതെ, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് പണ്ട് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രമാവൻ ക്ഷേത്ര ശില്പിയാണെന്ന്. അപ്പോൾ ആ ക്ഷേത്ര ശില്പിയാണ് ഇപ്പൊ ഇവിടെ ക്ഷേത്രം ശില്പകല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടോ? രസമുണ്ട്. പണിത് വരുമ്പോൾ പൊളിയായിരിക്കും അല്ലേ. അമ്പലത്തിന്റെ ബാക്കി അപ്ഡേറ്റ്സ് പിന്നെ തരാം ഗൈസ്. ആദ്യം നമ്മുടെ വീടിന്റെ അപ്ഡേറ്റ്സ് കാണിക്കുക. സത്യം പറഞ്ഞാണല്ലോ ഗൈസ്, സത്യം പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് വീട് അപ്ഡേറ്റ്സ് അധികം ഇടാത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പേടി കൊണ്ടാണ് ഗൈസ്. ഞാൻ എപ്പോ വീടിന്റെ ഒരു അപ്ഡേറ്റ് കാണിക്കുമോ അപ്പൊ എന്തെങ്കിലുമൊക്കെ റോങ് അടിക്കും. ഇതില് ഒരുപാട് പേർക്ക് ഈ കണ്ണു വയ്ക്കുന്നതിലും അല്ലെങ്കിൽ ഈ ഈവിളയിലോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷത്തിലോ ഒന്നും വിശ്വാസം കാണില്ലായിരിക്കും. പക്ഷേ എന്റെ ജീവിതാനുഭവം എന്നെ തിരിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. വെറുതെ പോകുന്ന കാറിന്റെ കണ്ണാടിയിൽ മാങ്ങ വന്ന് വീണ് വിൻഷീൽഡ് പൊട്ടുക. ഗൈസ്, നിങ്ങൾ ഇപ്പൊ കണ്ട ക്ലിപ്പ് ഉണ്ടല്ലോ, അവിടെ വെച്ച് കട്ട് ചെയ്യാൻ കാരണം എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മരണം നടന്നായിരുന്നു. അപ്പൊ അതിന്റെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഈ വായും പൊളന്ന് ആളുകളെന്നും പറഞ്ഞ് നടന്നപ്പോ അവിടെ ആൾക്കാർ പെട്ടെന്ന് ഞാൻ കണ്ട് അങ്ങനെ കട്ട് ചെയ്തതാണത്. അപ്പോ ഞാൻ വൈകുന്നേരം വരെ നോക്കി, അവിടെ ഇന്ന് കംപ്ലീറ്റ് ആൾക്കാരും അവരുടെ ചടങ്ങുകളും അതിന്റെ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അവർക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ല. കാരണം എന്തായാലും ഞാൻ അവിടെ പോയി കിടന്നാൽ ഒച്ചയെടുത്തായിരിക്കും സംസാരിക്കണത്. അപ്പോൾ അത് മോശം. അതുകൊണ്ട് വീട് അപ്ഡേറ്റ് ഞാൻ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നു. ഇന്ന് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ആദ്യം തന്നെ ഗോസ്റ്റിന്റെയും ലേഡിയുടെയും റൂം വൈകുന്നേരമായപ്പോഴേക്കും പൂശി കഴിഞ്ഞിരിക്കുന്നു. ആഹാ, എന്തൊരു ഭംഗി. ഇനി നമുക്ക് ഷിഫിന്റെ വീട്ടിലോട്ട് പോകാം. നിങ്ങൾക്ക് ഷിഫിനെ അറിയാമോ എന്നറിയില്ല. നമ്മുടെ ഒരു പയ്യനാണ്. അവൻ ആലപ്പുഴയിൽ ഇപ്പൊ RJ ആയിട്ട് വർക്ക് ചെയ്യുന്നു, ക്ലബ് FM-ൽ. അപ്പൊ അവന്റെ വീട്ടിൽ ഒരു ചെറിയ ഇഫ്താർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി 10-10:30 ആകുമ്പോഴത്തേക്കും എന്റെ ഉറ്റ നൻപി എറണാകുളത്ത് നിന്നും വരുന്നുണ്ട്. അവളെ നമുക്ക് പിക്ക് ചെയ്യാൻ പോണം. അനന്തൂനെ കാണാം. ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട് ഗൈസ്. ആദ്യം എന്തായാലും നമുക്ക് നേരെ ഇഫ്താർ വിരുന്നിലേക്ക് കടക്കാം. എത്ര നാളായി ഗൈസ് നിങ്ങൾ സ്റ്റുഡിയോ ഒക്കെ കണ്ടിട്ട്? നോക്കിയേ നമ്മളെ സ്റ്റുഡിയോ. ഇപ്പൊ സത്യം പറഞ്ഞാണല്ലേ ഗൈസ്, ഇത് നമ്മൾ വ്ളോഗും അങ്ങനെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഇതൊരു അനാഥപ്രേതം പോലെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ആക്റ്റീവ് എന്റെ എഡിറ്റർമാർ 2 വന്നിരിക്കും, ഒന്നുമില്ല അവർക്ക് ചെയ്യാൻ. അത് കഴിയുമ്പോൾ അവർ വീട്ടിൽ പോകും. സാലറി മാത്രം കൃത്യമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ അങ്ങനെ ആയിരിക്കണം ഗൈസ്. എംപ്ലോയി ഇപ്പോൾ നമ്മുടെ ഫോൾട്ട് കാരണം നമ്മുടെ കൂടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അവരെപ്പോഴും വെൽ ടേക്കൺ കെയർ ഓഫ് ആവണം. അതാണ് എൻ്റെ ഏറ്റവും നമ്പർ 1 റൂൾ. ഇനിയിപ്പോൾ ഒരു വർഷം ഞാൻ പണിയില്ലാതെ ഇവിടെ ഇരുന്നാലും എൻ്റെ എംപ്ലോയി ആയിരിക്കുന്നിടത്തോളം സമയം അവർക്ക് ഫുൾ സാലറി ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ജോലി വേറെ ഇവിടെ കിട്ടുക ഗൈസ്. ഏഞ്ചൽ റെഡിയായി കിടപ്പുണ്ട്. എന്റെ സാരഥി സന്ദീപ് അളിയനും റെഡിയായി ഇരിപ്പുണ്ട്. സന്ദീപ്, നീ വ്ളോഗ് മിസ് ചെയ്താടാ? പിന്നെ എത്ര നാളായി. ഞങ്ങളും ഇനി നമുക്ക് നേരെ ഷിഫിന്റെ അങ്ങോട്ട് പോവാം ഗൈസ്. എന്നിട്ട് നമുക്ക് ശരണി പിക്ക് ചെയ്യാൻ പോകാം. തിരുവനന്തപുരത്ത് മൊത്തം ഇന്നൊരു മഴ ആംബിയൻസ് ആണ് ഗൈസ്. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ് നമ്മുടെ ഏഞ്ചല് 98,000 കിലോമീറ്റർ. എന്റെ പൊന്ന്, 98,000 കിലോമീറ്റർ. 2,000 കിലോമീറ്ററോടെ ആയ 1,00,000 ആവും. മറക്കാതെ 1,00,000 ആവണേന്റെ റീൽ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. 1,00,000 കിലോമീറ്റർ ഇൻ ലെസ് ദാൻ 4 years. പൊളിച്ച് നമ്മള്. ഈ 98 നീ എത്ര ഓടിക്കാണോടാ സന്ദീപേ? 70 കിലോമീറ്റർ ഒക്കെ ഓടിക്കണം. 70,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ ആകുമ്പം ഞാൻ ഒരു 80,000 കിലോമീറ്റർ ഞാൻ ഓടിച്ചാണ്. ഒരു 20,000 കാർത്തി ഓടിച്ചത്. എടാ, അതെന്തൊരു കണക്കടാ അത്. 98,000 നീ 70 ഓടിക്കുമെങ്കിൽ 1,00,000 ആവുമ്പോ നീ എങ്ങനെയാണ് 80,000 ഓടിക്കണത്? എന്തോ അവിടെ കണക്കിനൊരു പെശക്. മൊത്തത്തിൽ ആ ഒരു 80 ഓടിച്ചാണ് ഗൈസ്. ഒരു 20 ഞാൻ ഓടിച്ച് കാണുള്ളൂ. കാരണം ഈ കണ്ട എറണാകുളം ഓട്ടവും കേരള ഓട്ടം ഒക്കെ ഓടണ ഇവൻ തന്നെയാണ്. ഇതാ ഇപ്പൊ ഷിഫിന്റെ വീട്ടിലോട്ടുള്ള ഓട്ടോ അവനാണ് ഓടുന്നത്. ബൈ ദ വേ, അവിടെ മാഹി മച്ചാൻ വരും. അപ്പൊ മാഹി മച്ചാനെ കാണാം. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം മാഹി മച്ചാന്റെ പേര് കേൾക്കുമ്പോ ഞാൻ ഉറക്കത്തുനിന്ന് വരെ ഞെട്ടി എഴുന്നേറ്റോണ്ടിരിക്കുകയാണ്. ഞാൻ വർഷേരടുത്ത് പറഞ്ഞായിരുന്നേ, ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കല്യാണങ്ങൾക്ക് പോയി ഞാൻ ഒരുപാട് അലമ്പുകൾ അലമ്പിയിട്ടുണ്ട്. അപ്പോ ചിലതൊക്കെ ചിലപ്പോ തിരിച്ചു വരാൻ സാധ്യത ഉണ്ട്. നീ ഒന്ന് നോക്കിയിരുന്നോണ്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ
ഹായ് വർഷ എത്തിയിരിക്കണു ഗൈസ്. ഡേയ് ഇതെന്താ ഇഫ്താർ വരുന്ന നിന്റെ കല്യാണോ? എല്ലാരും അതാണ് ഹലോ സംഭവം. ഇവന്മാരുടെ 4 ടേബിൾ ഇത് എന്തോരം മച്ചാനെ ഇവന്റെ കല്യാണമൊക്കെ ആയ. ഹലോ വാലേക്കും അസ്സലാം. شيفن كا سنويها افطار على اسمنا അതെന്തൊരു today it's a vlog na arabic zal azana ഹബീബി വാവേ എന്നെ അറിയാവോ എനക്ക്? hello guys സുഖമാണോ എനക്ക്? എന്നെ അറിയാവോടാ എനക്ക്? alla zibales bekales kella konsinadna അതൊരു സുഖമാണ്. പറഞ്ഞ വഴിക്ക് ഞാൻ വ്ളോഗിന്റെ അടുത്ത് മച്ചാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നതേ ഉള്ളൂ. എന്തിനാ ഇതൊക്കെ എടുക്കുന്നത്? വെറുതെ നിനക്കിപ്പോ പഴയ സ്റ്റാമ്പ് കളക്ഷൻ പോലെ ഇടാത്ത വ്ളോഗുകൾ കളക്ട് ചെയ്യുന്നു. ഇല്ല ഞാൻ ഇട്ടു തുടങ്ങി. ഇനി മുതൽ നമ്മൾ ഇട്ട കാര്യമല്ല ചോദിക്കുന്ന വ്ളോഗ്. ഞാൻ വ്ളോഗ് ഇട്ടു തുടങ്ങി. okay. ഇത് രണ്ടാമത്തെ വ്ളോഗ്. ആഷികേ അളിയാ നീ കുഴപ്പമില്ല. സുഖമാണ്. ഓ എടാ ട്രാൻസ്ഫോർമേഷൻ. ഉമ്മ സുഖാണോ? ഇവന്റെ കല്യാണമായ ഞാൻ അറിഞ്ഞില്ലല്ലോ ഉമ്മ. നമസ്കാരം. അല്ലേ ഇതെന്തോന്നിത്? ആണോ? ആവട്ടെ ആവട്ടെ പെട്ടെന്ന് തന്നെ ആവട്ടെ. വന്നതിൽ ഒരുപാട് സന്തോഷം. വെൽക്കം. നീ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഹായ് വ്ളോഗ്. ഇന്ന് വ്ളോഗുകളുടെ ബോളാണ് ഗൈസ്. ഇവിടെ വന്നപ്പോ എല്ലാരും ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. ഞാൻ ചെയ്തിടാന്ന് വിചാരിച്ചു. ഗൈസ് ഒരു ചെറിയ സംഭവം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവന്റെ ഒരു തത്തമ്മ എടുത്തു വെച്ചിട്ട് നമ്മള് ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു. എന്തിനു പറ്റിയടാ? തത്തമ്മ തിരക്കി ഫോറസ്റ്റ് ആൾക്കാർ ഫോറസ്റ്റുകാര് വന്നിരുന്നു ഗൈസ്. എന്തിന് തൂക്കിയെടുത്തോണ്ടോ? ഇനി ഇവിടെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആട്ടുംകുട്ടി ഉമ്മയും കൂടെ ഉള്ളൂ. വേറെ എല്ലാരും പോയി. വാപ്പയെ നേരത്തെ എടാ എന്നിട്ട് എന്തിനു ചെയ്താ? തത്ത പോയി. അതിന് മുന്നേ പോയി. പോയല്ലേ? പക്ഷെ 1.5 വർഷം കഴിഞ്ഞിട്ടാണ് തത്തയെ തിരക്കി ആള് പറഞ്ഞത്. ചുമ്മാരി ഈ വ്ളോഗ് കണ്ടിട്ട് ഏതോ ഒരു തത്ത പോയ ഉമ്മയുടെ മുഖം ഈ വ്ളോഗ് കണ്ടിട്ട് ഏതോ ഒരു മഹാഭാവി ഏതോ ഒരു മനുഷ്യ സ്നേഹി കൊണ്ട് ഗ്യാസ് തത്തയെ പൂട്ടിയിട്ട് വളർത്തുന്നത്. ഏതോ ഒരു പക്ഷി സ്നേഹി. അത് മാത്രമല്ല എന്റെ വ്ളോഗ് പറഞ്ഞ കിളികൾക്കൊന്നും വലിയ ആയുസ് വരാറില്ല സുഹൃത്തുക്കളെ. എന്റെ ഒരു കിളിയും പണ്ട് പറന്നു പോയി ഞാൻ ഓർക്കുന്നു. ഇപ്പൊ ഇവന്റെ കിളിയോ എന്ത് കാര്യം ഉണ്ടെങ്കിലും കാണിക്കാൻ പാടില്ല. ആണ് മച്ചാനെ. കണ്ണേഷ് മച്ചാനെ ജൂലൈയിലാണ് കല്യാണം. അതാണ് ഇങ്ങനെ ആലോചനയിലാണ് ഞാൻ. നിന്റെ കല്യാണം നമുക്ക് കൂടണ്ടേ? കൂടണം, ഉറപ്പായിട്ടും കൂടണം. കൂടിയാ മാത്രം മതി. അയ്യോ എനിക്ക് ആ പഴയ മറ്റേ ദിലീപിന്റെ സിനിമയില് ഓട്ടോ ഡ്രൈവർ ദിലീപ് കൊച്ചി രാജാവില്ല പഴയ ഒരു കാലം ഉണ്ടായിരുന്നു. അതെ അതെ, ആ പഴയ കാലം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. ഞാനും മറന്നു കളയണ്ടല്ലേ നമുക്ക്. ജൂലൈയിൽ ഉറപ്പിച്ചല്ലേ? ജൂലൈയിലാണ് ഇവന്റെ കല്യാണം. നിങ്ങൾ എന്താണ് കാണിക്കാൻ പോണേന്നാണ് ഇവിടെ എല്ലാവരും. ഞാൻ റിട്ടയർഡ് ആയില്ലടാ, കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. ഞാൻ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കയറണം. വൈഫിന്റെ മുഖത്ത് നോക്കണം, ഉമ്മ നോക്കണം. ഞാനൊരു 34-35 വയസ്സുകാരനായിട്ടുള്ള വെറ്ററൻ പ്ലെയറാണ്. ഞാനിനി ഈ വ്ളോഗിലും ഇതിലൊക്കെ ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ മുഖത്തൊരു ആത്മാർത്ഥത എനിക്ക് തോന്നുന്നില്ല. നോമ്പല്ലടാ, ആത്മാർത്ഥത വരും. ആണല്ലേ? എന്തായാലും വരുന്ന വഴിക്ക് നമുക്ക് നോക്കാം ഗൈസ്. ശരി എന്നാ കുറച്ച് കഴിഞ്ഞ് വരാം. ഐശ്വര്യമായിട്ട് ഈന്തപ്പഴത്തിൽ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അതല്ലേ അച്ഛനെ മുഹബത്ത് കാ സർബത്ത്. ഇതൊരു ഉണ്ട പണിയൊക്കെ. നോമ്പ് തുറന്ന എല്ലാവരും. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഒരു റൗണ്ട് സ്നാക്സും കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പള്ളിയിലോട്ട് പോവാണ് കേസ്, നിസ്കരിക്കാനായിട്ട്. ഇനി അവർ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ആരാണ് സുഹൃത്തുക്കളെ വിദൂരതയിൽ നിന്നും മന്ദം നടന്നു വരുന്നത്? മകളെ സുഖമാണോ? എനക്ക് എത്ര നാളായി എന്നെ കണ്ടിട്ട്. മുടിയൊക്കെ വെച്ച് എടി, എനിക്ക് നിന്റെ പാല് കാച്ചി മിസ്സായതിലുള്ളതുപോലെ ഒരു വിഷമം വേറെ ഇല്ല വേണ്ടേ. പക്ഷെ പാല് കാച്ചിന് ഞാൻ പോയിരുന്നു കൈസ്. അന്ന് കാവടിക്ക് വ്രതമെടുത്ത സമയമായിരുന്നു. ഫംഗ്ഷന് വരാൻ പറ്റിയില്ല. എല്ലാരും ഉണ്ടായിരുന്നു കൈസ്. ഞാൻ വീട്ടിൽ കിടന്ന് പുഴുകയായിരുന്നു ആ സമയത്ത്. സുഖമാണോ? ഞാനും കുഴപ്പമില്ല. എടി ജൂലൈയിലാണ് കല്യാണം. ഞാൻ അറിഞ്ഞല്ലോ.
ഞാൻ ഇപ്പോഴേ സാരി നോക്കിക്കൊണ്ടിരിക്കണേ, ഏത് സാരി എടുക്കണം. പൊളിക്കും. നോക്കിക്കോ. ഒരു ചലഞ്ച് ഉണ്ട്, ഓർമ്മ ഉണ്ടേട്ടാ? ഫ്ലാഷ് ബാക്ക്. കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കും. റിസപ്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഏതാണോ പാർട്ടി അതിന് എന്റെ ഒറ്റയ്ക്കുള്ള ഡാൻസ് ഉണ്ടായിരിക്കും, സോളോ ഡാൻസ്. കാരണം എന്റെ ഡാൻസിന്റെ ഗുരു എന്ന് പറഞ്ഞാൽ കാർത്തികേയനാണ്. അതുകൊണ്ട് ഞാൻ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ്. നടന്നില്ല എന്നുണ്ടെങ്കിൽ കാർത്തികേയൻ അവിടെ ഇട്ട് എന്നെ ഇടിച്ച് പല്ലൊക്കെ പറിച്ചെടുത്തോ, കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഡാൻസ് കളിച്ചിരിക്കും. കാർത്തികേയന്റെ കല്യാണത്തിന് എന്റെ സിംഗിൾ ഡാൻസ് ഉണ്ടായിരിക്കും. അതെന്തായി തുടങ്ങിയ? ഇല്ല, മെയിൽ ആണല്ലേ? പറയുമ്പോൾ നമുക്കും ഡാൻസ് പഠിക്കണം ഗൈസ്. എന്നെ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന, എന്നെ അവളെ കൂടെ ചേർത്ത് പഠിപ്പിച്ചു തരാൻ പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇമെയിലോ അല്ലെങ്കിൽ കമന്റോ എന്തെങ്കിലും ചെയ്യൂ, ഞാൻ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് പഠിക്കണം ഗൈസ്. നീ നോമ്പ് തുറ കഴിഞ്ഞിട്ടാണ് അടി പറഞ്ഞത്. നീ ബിരിയാണി മാത്രം തിന്നാൻ വന്നല്ലേ അടി? ആണോ? എന്തായാലും അകത്തോട്ട് ചെല്ലട്ടെ ഗൈസ്. ഇവിടെ ഒത്തിരി നാളായി കണ്ടിട്ട്, കുറെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അതെ അതെ, ഞങ്ങൾ പറഞ്ഞിട്ട് വരട്ടെ ഗൈസ്. എനിക്ക് വയ്യ ഗൈസ്. നോമ്പും തുറന്നിട്ട് വന്നിട്ട് ഇവിടെ കൊലവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലമാണ് നീ മച്ചാന്റെ കൂടെ കൂടിയല്ലേ? ഇല്ല ഗൈസ്, എനിക്കല്ല. ഞാൻ ഇതുവരെ ഒരു കല്യാണ പ്രാങ്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടില്ല. മച്ചാന്റെ വീഡിയോയിലെ കണ്ടോളാം. ഈ കാലമാടന്റെ കൂടെ യവനും കൂടിയിട്ടുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ? ആ ഓക്കെ. നീ അകത്തേറി കഴി, എന്നിട്ട് അടുത്ത നിന്റെ കല്യാണത്തിന്. എന്റെ കൂടെ ഉള്ള ഒരേ ഒരാള് സന്ദീപാണ്. കൂടെ ഉണ്ട് മുതലാളി, ഞാൻ കൂടെ ഉണ്ട്. അടുപ്പിക്കൂല. നീ കൂട്ടത്തിൽ ചേർന്നല്ലേടി? അല്ല, ഒരു സന്തോഷം എന്തായാലും തരും ചേട്ടാ. ആ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടം നിൽക്കായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടിയാലോ. അങ്ങനെ നമ്മൾ മെയിൻ കോഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പത്തിരി എടുക്കുക, മട്ടൻ കറിയിൽ കുഴയ്ക്കുക. കഴിച്ചിട്ട് വരട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒട്ടിയാടേ? നമ്മൾ സെറ്റായി. ഇനി എന്നെ കെട്ടിപ്പിടിച്ചാ കൊണ്ടുപോവാം. കെട്ടിപ്പിടിക്കോ? കെട്ടിപ്പിടിച്ച് ഉമ്മ വരണം എങ്കിലും നമ്മള്. എടാ ഇതൊക്കെ എങ്ങനെയാ? ഞാൻ നേരത്തെ ഒരു ഉമ്മ വെച്ചിട്ട് ഓട്ടിച്ചു കൊച്ച്. പോവാം. നമ്മളെ കാർട്ടൂണിലെ കുറച്ച് കഥാപാത്രങ്ങളെ കാണാം. അത് കൊച്ചിന് മാമിയെ കണ്ടപ്പോ ഉള്ള സ്നേഹമാണ്. മാമി എല്ലാരും ഒക്കെ ചേച്ചിന്ന് വിളി. മാമിന്ന് വിളി. മാമി ഗംഗ മാമി. ഗംഗ മാമി. ചേച്ചി. ആ കണ്ടാ വിളിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഇവനെ കാണുമ്പോ ഫുഡല്ല കല്യാണമാണ് എനിക്ക് ഓർമ്മ. ഇത് തീർന്നില്ലേ? എങ്ങനെ തീരുവാടാ? ഫുഡ് തീർന്നാലേ ഉള്ളൂ. പക്ഷെ നിന്റെ എന്താ അതോ ഈ പയ്യനോട് നിൽക്കോ? ഞാൻ പണ്ടേ കൂടെ നിങ്ങളുടെ അടുത്താണ്. നീ അവനോട് നിങ്ങൾ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞാടാ? ആ ഭാഗ്യം. പിന്നെ എന്റെ വ്ളോഗില് കുറെ നാളായി തല അണിച്ചിട്ട് എന്റെ കുടുംബത്തിലുള്ളവരെ ഡൈവോഴ്സ് ആയെന്ന് പറഞ്ഞ് കഥ ഉണ്ടാക്കിയ ഇവൻ ആഷിഖ്, നീ എന്നോടൊപ്പം നിൽക്കോ? നിന്റെ പണി അറിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നായി. എല്ലാ നാരുകളും കൂടെ. പോട്ടെ. ഇനി ഏറ്റവും ക്ഷമ ചോദിക്കാൻ പറ്റിയ ഒരാള്, അതായത് നമുക്ക് അങ്ങനെ ഒരാൾ കാണുമല്ലോ വീട്ടിലായാലും. നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത് നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സാധനം കാണുമല്ലോ. അങ്ങനത്തെ ഒരാളിനെ വിളിക്കാം. അയ്യോ ഭാനു എന്റെ അടുത്ത് ക്ഷമിക്കുമെന്നാണ് എനിക്ക് തോന്നണത്. നിനക്ക് ഇവൻ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ആ വീഡിയോയും ഫോട്ടോയും ഞാൻ വീണ്ടും എടുത്ത് കാണുമ്പോ എനിക്ക് തവട്ടി വരും. ഞാനൊരു കാര്യം പറയാം. കല്യാണത്തിന് കുറെ തട്ടിട്ടുണ്ടോന്ന് തിരിച്ചുപോയി ജട്ടിയിട്ടുണ്ടാണ്. അത് നീ കാരണമാണ്. ഇനി വേറൊരു കാര്യം, ഹോമം നടത്തുന്ന നീ അവിടെ കൊണ്ടുപോയിട്ട് ജട്ടി കെട്ടിയിട്ട് നീ അവിടെ ജട്ടി ബിസിനസ് നടത്തും. അത് ഞാൻ മറക്കൂല. ഇതൊക്കെ നീ എന്റെ കൊച്ചു കേക്കണ്ടെങ്കിൽ ഗ്ലാമി കൊച്ചിന്റെ ചെവി ഒത്ത് ഒരെണ്ണത്തിൽ കൂടെ കേട്ടാലും കുഴപ്പമില്ല. പിന്നെ എന്നോടൊപ്പം നിൽക്കോ ഇവനോടൊപ്പം നിൽക്കോ? അവള് എന്റെ കൂടെ. എന്റെ ചേട്ടനാണ്, പക്ഷെ എനിക്ക് പ്രാങ്ക് കൊടുക്കണ കാണണം. നീ ആ ഓടയെ കയറി ചാടി മരിക്കണേണ് നല്ലത്. അല്ലാതെ കല്യാണത്തിന് നീ അവിടെ ഇരിക്കരുത്. കാരണം ഏറ്റവും വലിയൊരു പണി അതവിടെ അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ ഈശ്വരാ, എല്ലാ എണ്ണത്തിനും ഒന്ന് വയറിളക്കം പിടിച്ച് കിടന്നു പോണേ. അല്ല അത്രയും നല്ല ഫുഡാണ് നീ കൊടുക്കുന്നത്. അതിന് മുന്നേ തലേ ദിവസം നമുക്ക് ചെറിയൊരു കൂടണം കേട്ടോ. ഞാൻ അന്ന് ഒരാഴ്ചക്ക് ശേഷം പിന്നെ ഒരു കൂടലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അതിന് വേറൊരു കോമഡി എന്താണെന്ന് അറിയാമോ? ഒന്നും ചെയ്തില്ലെങ്കിലും പണിയിട്ട് എനിക്ക് ഒരാളുണ്ട്, ഒരു പണിയൊന്നും ഒരാളുണ്ട്. ആരാണെന്ന് കാണണം ഈ വേട്ടാവലി. കല്യാണം കഴിച്ചതിന് തള്ളക്ക് കിട്ടിയത് എനിക്കാണല്ലോ. സത്യം പറയട്ടെ, ഞാനും എന്റെ കല്യാണത്തിന് പോയില്ല. എന്തോ സാഹചര്യത്തിൽ പോയിരുന്നതാണ്. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫേക്ക് ഫ്രണ്ട് ലിസ്റ്റിൽ ഞാനുണ്ടെന്ന്. അതായത് ജീവിതത്തിൽ ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത സാധനം. ഞാൻ നോക്കിയപ്പോ ഒരു 30ഓളം കമന്റ് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. തള്ളക്ക് വിളിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട്
ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാറുണ്ട്. ഇവൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നാട്ടുകാർ ചിരിച്ചോണ്ടാണ് ഇരുന്ന് കാണുന്നത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ നിനക്ക് വേണ്ടിയിട്ട് അന്ന് അഞ്ചോളം അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. ദൈവമേ ഞാൻ പറയുന്നത് നാട്ടുകാർക്ക് മനസ്സിലാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം ഉൾട്ടയടിച്ചു അതിൽ തന്നെ. എടാ കുട്ടി, എടാ നെഞ്ച് കൈവച്ച് പറയടാ, ഞാൻ മനഃപൂർവ്വം വരാത്തതാണാടാ. അല്ല, പനി വന്നുള്ള സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ ഞാനല്ലേ. ഞാൻ അന്ന് പോയി അവിടെ സന്തോഷമാണ്. നമ്മളെ കോസ്റ്റ്യൂമറിന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും യൂണിഫോം ഡ്രസ്സ് വരെ തയ്പ്പിച്ച് വെച്ചിട്ട് നിന്റെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടില്ലേടാ. അവിടെ നടക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നടത്തിയിട്ടില്ലേടാ. പക്ഷെ പനി വന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ എന്റെ വണ്ടിയിൽ സന്ദീപിനെയും ഗംഗേനെയും അരവിന്ദിനെയും നന്ദുനെയും കൂടെ കയറ്റി കാര്യം നോക്കിക്കൊണ്ടേന്ന് വിട്ടിട്ട് പോലും എനിക്ക് തള്ളക്കില്ല. എനിക്കത് ഭയങ്കര ദണ്ണമുണ്ട്. അതിനുശേഷം ഇന്ന് വരെ ഇവന്റെ മുഖം പോലും ഞാൻ വ്ലോഗ് കാണിച്ചിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് വിഷമമായി. മനസ്സിലാടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, റോഡിൽ പോകുന്ന ഇപ്പൊ അങ്കിളിനെ കണ്ടില്ലേ, ഞങ്ങള് ഈ അങ്കിളിനെ അടുത്ത് ചോദിച്ചാൽ വരും അങ്കിളെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. നാട്ടുകാരെ മൊത്തം നിങ്ങളെ പിടിച്ച് കൂട്ടണം, പോയങ്ങോട്ട്. എന്നെ സപ്പോർട്ട് ചെയ്യണം. മിനി കൂപ്പർ മൂത്രമൊഴിക്കാൻ വന്നാണ് ഈ സൈഡ്. നിങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യോ കാർത്തിക് സൂര്യ സപ്പോർട്ട് ചെയ്യോ? നിങ്ങളാരാണ് മൂത്രമൊഴിക്കാൻ പോയതാ? ഈ കമന്റ് ചെയ്യുന്നവരും വീഡിയോ കാണുന്നവരും ശ്രദ്ധിക്കും. ആരെങ്കിലും ഒക്കെ എന്റെ സൈഡിൽ നിൽക്കണം. എന്തെങ്കിലും എന്തായാലും ചെയ്തതൊക്കെ ഒരു കാലത്ത് തിരിച്ചു വരും. എനിക്കറിയാം. സൈഡിൽ നിന്ന് കടയുന്നു. അപ്പൊ നീ ആരോട് നിൽക്കും? മച്ചാന്റെ കൂടെ നിൽക്കോ കാർത്തിനോട് നിൽക്കോ? ഒറ്റ ഉത്തരം. എന്നാലും നിനക്കൊരു കൊതി ആരുടെ വെറുതെ അല്ലടാ നിന്റെ ടാറ്റ് മാഞ്ഞു പോയത്. മകളെ നീ എന്റെ കൂടെ ഉണ്ടോ? എനിക്കറിയാം. അച്ഛന്റെ കൂടെ കണ്ട അച്ഛന്റെ ഉച്ചി നിനക്കും പള്ളി കിട്ടിയില്ലേടി അവന്റെ കല്യാണത്തിന് പോയിട്ടും? പോയിട്ട് എനിക്ക് കിട്ടി. അതെന്തായിരുന്നു? എനിക്കറിയൂടാ, ഞാൻ റിസപ്ഷനാണ് പോയത്. പക്ഷെ ഞാൻ റിസപ്ഷന് പോയത് അറിയാതെ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞു. സംഭവം 2 വ്ലോഗ് ആയിട്ടാണല്ലോ ഇട്ടത്. ഒരെണ്ണം തലേദിവസം ഇട്ട് ഒരെണ്ണം 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ ഇവര് വിചാരിച്ചെന്തോ 2 ദിവസം റിസപ്ഷനും കല്യാണം ഒറ്റ ദിവസം. എടാ ആൾക്കാർക്ക് എന്താ മനസ്സിലാവാത്ത? എന്നിട്ട് ജോലി കളയണേ അവൻ. പിന്നെ അവൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ജോലി എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവന് വില കൊടുക്കണില്ല. എടാ നിന്നെ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും കുറച്ച് കണ്ടിട്ടുണ്ടോടാ കുട്ടി? ഇവൻ മണ്ടത്തരം കാണിക്കുമ്പോ പട്ടിത്താറ്റ് താറ്റും. ആ ചളി മഴവല്ലിയെ പറഞ്ഞിട്ടുണ്ട്. അതൊരു വ്യക്തി കാശാക്കിയിട്ടുണ്ട്. അതെ, അപ്പൊ നിന്നെ അങ്ങനെ അല്ലേടാ ചെറുക്കാൻ ഞാൻ നോക്കണത്. അത് കഴിഞ്ഞു. ആ ചാപ്റ്റർ പ്ലസ്. ഇനി മുതലാളിയുടെ കല്യാണം. എല്ലാം ഉണ്ടോ കണക്ക് തന്നെ. മതി. എടാ ഷിഫിനെ, താങ്ക് യു ഫോർ ദ നന്ദിയുണ്ട് കേട്ടോടാ. നന്ദിയുണ്ട്. കിട്ടില്ലേ അവിടെ? ആ തിന്ന നെയ്ച്ചോറിന്റെ ഒരു ഊർജ്ജം അങ്ങ് പോയേ. ഞാൻ വാടി. ഞാൻ പിന്നെ വരാ ഇനി. എടാ വിരുന്നിന് താങ്ക് യു കേട്ടോ. ടാറ്റാ ടാറ്റാ ടാറ്റാ. സന്ദീപേ, കല്യാണത്തിന് ഒരു അംഗം തന്നെ ആയിരിക്കും. പിന്നെ എല്ലാരും പ്ലാനിങ്ങിലിരിക്കുകയാണ്. മാഹി മച്ചാന്റെ പണിയും കാത്ത്. അതെ, പക്ഷേ ഇതൊക്കെ കേക്കണുണ്ടല്ലോ അല്ലേ ദേവിയേ. പിന്നെ ഒരു കാര്യോടാ, നമ്മള് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ വാങ്ങാനും ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് സംഭവിക്കണമെങ്കിലും നെഞ്ചും വിരിച്ചെന്ന് വാങ്ങും. നാരായണൻകുട്ടിയെ വ്ളോഗിൽ കണ്ട് നിങ്ങൾ കുറെ കാലത്തിന് ശേഷം ഞാൻ അന്ന് ഓഫായ മൂടാണ് ഗൈസ്. അവൻ ജോലിക്ക് വരും, അതെല്ലാം ഓക്കെ ആണ്. പക്ഷെ എനിക്ക് കമന്റ് സൈബർ അറ്റാക്ക് എനിക്ക് ട്രോമ തന്നു. പിന്നെ ഒരു മേജറായിട്ട് എന്നിട്ടും പറഞ്ഞ അച്ഛനും അമ്മ എന്തുകൊണ്ട് പോയില്ല ഗൈസ്. അച്ഛൻ ഒരു കല്യാണത്തിന്, അമ്മ വേറൊരു കല്യാണത്തിന്, ഞാൻ അവന്റെ കല്യാണത്തിന് പോകാനായിരുന്നു പ്ലാൻ. കാരണം അവന്റെ കല്യാണം നടക്കണതിന്റെ അന്ന് ലോകത്തില്ലാത്ത കല്യാണങ്ങളില്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സുമായിട്ട് വഴക്കായത് കൊണ്ടാണ് ഞാൻ പോവാതിരുന്നതെന്ന് വേറൊരു സെഗ്മെന്റ് ഗൈസ് ആണ്. അവരുമായിട്ട് നല്ല ഒരു ടേംസിലല്ല ഇരിക്കുന്നത് എന്നും പറഞ്ഞ് ഞങ്ങള് 2 കൂട്ടരും ഒന്നിച്ച് ഒരുപാട് കല്യാണങ്ങൾ അതിനുശേഷം പോയി. എനിക്ക് തോന്നുന്നു അരവിന്ദിന്റെ കല്യാണം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടർ അനന്തുവൽബിയുടെ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും വരുന്നതാണല്ലോ. അത് എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതൊരു ഇതാ ഗൈസ്. ഇപ്പം സ്കൂളിലായിരുന്നെങ്കിൽ അത് ആ ഒരു സർക്കിളിൽ അതങ്ങ് തീർന്നു. ഇതിപ്പോ പബ്ലിക്കാണ് നമ്മുടെ ലൈഫ്, അതുകൊണ്ട് ഇതെല്ലാം പബ്ലിക്കായിട്ട് ക്രൂസിഫൈ ചെയ്യപ്പെടും. എന്നാലും അന്ന് ആ കല്യാണത്തിന് ജെനുവിനായിട്ട് ഞാൻ പനിയടിച്ച് കിടക്കുകയായിരുന്നു. അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം കുറെ പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോൾ ഇതും പ്രശ്നമായിട്ടേ ആൾക്കാർ കാണുള്ളൂ. പറഞ്ഞിട്ട് കാര്യമല്ല,
ഇനി നമുക്ക് പോകാം സുഹൃത്തുക്കളെ. രാത്രി 10:45 ശരണ്യയുടെ വന്ദേ ഭാരത് ട്രിവാൻഡ്രത്ത്. അവൾ അവിടെ നിന്ന് എടുത്ത് അനന്തുവിന്റെ അവിടെ കൊണ്ടാക്കണം. അങ്ങനെ ഒരു ടാസ്ക് ആണ്. എന്നിട്ട് നാളെ നമ്മള് ഗംഗയുടെ വീട്ടിൽ പോവുകയാണ് സർപ്രൈസ് ആയിട്ട്. ശരണ്യ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സർപ്രൈസ് ആയിട്ടാണ് പോകണം. അവളുടെ അടുത്ത് പറഞ്ഞില്ല ചെല്ലുമെന്ന്. അവൾക്കൊരു ചെറിയ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ കുറച്ചു നേരം ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നാളെ അതാണ് പരിപാടി. ഓ എന്റെ പൊന്നമ്മച്ചി, ജീവിതം പോണോ ഒരു പോക്ക് നോക്കണേ ഗൈസ്. അയ്യോ ഗൈസ്, അവിടെ നിന്ന് ഇഫ്താർ വിരുദ്ധം കഴിച്ചിട്ട് ഞാൻ കറി കിടന്ന് ഉറങ്ങിപ്പോയേ. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോ മണി 10:45. ഞാൻ നോക്കിയപ്പോ ഗൈസ് നീ എപ്പോ വന്നടാ? ഞാൻ കുറച്ചു നേരമായി പാവപ്പെട്ട ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. ഡേയ് നീ ഇതൊക്കെ എപ്പോ ഒപ്പിച്ച? കണ്ണുറന്ന് നോക്കിട്ടെ ചോദിക്കാണ് കഴക്കൂട്ടെത്തിയോ? കഴക്കൂട്ടത്ത് 3 മണിക്കൂറോടെ ഇരുന്ന് അതിനുശേഷം ബാക്കി നമ്മളിവിടെ തമ്പാനൂരായി. അമ്മ ഞാൻ ഭീകരോട്ട് ഉറങ്ങിപ്പോയി. ഈ ഇടയായിട്ടുണ്ടല്ലോ ഞാൻ നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കുന്ന ഒരു റുട്ടീനിലാണ്. അതെന്തായാലും ഇപ്പൊ ശരണ്യ വന്നൊരു മുടയും കിട്ടിയടാ. നന്ദുവേ എടാ നീ അറിഞ്ഞാടാ, എല്ലാരും അല്ല മായിമച്ച എനിക്കെതിരെ കല്യാണത്തിന് അലമുണ്ടാക്കാൻ ടീമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണടാ. പേടിച്ചത് സംഭവിക്കാണ് കേട്ടോ. ഞാൻ പേടിച്ചിരുന്ന എന്റെ കല്യാണത്തിന് ഞാൻ പേടിച്ച പോലെ പേടിക്കുകയാണ്. ഞാൻ ഈ ഇടയ്ക്കും കണ്ടാ ചട്ടിക്കഥയൊക്കെ അതുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ മച്ചാ കച്ച കെട്ടി ഇറങ്ങിയൊക്കെയാണ് കേട്ടാ. ഞാൻ ഇപ്പം ഉറങ്ങണേന് മുന്നേ ഞാൻ വർഷേനെ വിളിച്ചത്. വർഷ വിളിച്ചിട്ട് പറഞ്ഞു എടീ നീ ഒന്ന് ഒരുങ്ങിയിരുന്നോളാൻ പറഞ്ഞു. ഒന്ന് മനസ്സൊന്ന് ഉറപ്പിച്ചു വെക്കണം. മെന്റലി തയ്യാറെടുപ്പിക്കും. കാര്യം ഇങ്ങനെയൊക്കെ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിലേടാ അവളുടെ അടുത്ത് പറഞ്ഞ് കുറച്ച് കല്യാണങ്ങൾക്ക് പോയി ചെറിയ ചില പണികളൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ചിലതൊക്കെ തിരിച്ചു വരാൻ സാധ്യത ഉണ്ട്. ഉറങ്ങിപ്പോയി ഞാൻ കിടന്നു കേട്ടാ. ശരണ്യ എത്തിയെന്ന് ഗൈസ്. എത്തിയില്ലാടാ? എത്തി. ഇനി അവളെ പിക്കിയ സുഹൃത്തുക്കളെ. എന്നിട്ട് ഇടന്നൂരം കൊണ്ട് പോടാ. പിന്നെ വ്ലോഗ് തുടങ്ങി. അതിന്റെ ആഘോഷം നമ്മൾ കുറച്ചു കഴിഞ്ഞതേ വേണ്ട ഗൈസ്, ഞങ്ങൾ എവിടെ എത്തിയെന്ന് നോക്ക്. നമ്മുടെ സ്വന്തം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. എടാ എന്തിനാ ഇവിടെ ഇത്ര ട്രാഫിക് ബ്ലോക്ക് ഗൈസ്? ഒരു കാലം ഇല്ലാത്ത ട്രാഫിക് ബ്ലോക്ക് ഗൈസ് ഇവിടെ. എടാ ഇവിടെ എന്തൊരു ട്രാഫിക് ഇടാ സന്ദീപ് ഇവിടെ. നീയാണോ ഈ ട്രാഫിക്കിന് കാരണക്കാരെ? ട്രെയിൻ ഒരുമിച്ച് വന്നു. ഹായ് ഹലോ. ഡേയ് എല്ലാവരോടും ഇറങ്ങി എവിടെ പോടാ? നിന്റെ കുഞ്ഞമ്മയുടെ മാലയാച്ചാ ഇവിടെ. നീ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിട്ട് എവിടെ ഇറങ്ങി പോടാ? ഞാൻ നോക്കിയപ്പോ എല്ലാവരും വണ്ടിക്കകത്ത് ഇറങ്ങി പോണ്. എടി കുരുമേ നീ കാരണമാണ്. എടി നീ എന്താ നീയാണോ ഇത്രയും ബ്ലോക്ക് ഉണ്ടാക്കി ഇവിടെ? അഞ്ച് ട്രെയിൻ നേരം തെറ്റി ഒന്നിച്ചോ. നിന്നെ എവിടെ ഇറക്കി വിടണം ഞങ്ങള്? എടി നീ കാരണം എന്റെ ഉറക്കത്തിന്റെ ഷെഡ്യൂളൊക്കെ തെറ്റി. മരപ്പോത്തെ ഞാൻ 10 മണിക്ക് ഇപ്പൊ ഉറങ്ങുമെന്ന്. അതെന്തൊരു ഒരു വിലയില്ലാത്ത ഉത്തരവാദിത്തപ്പെട്ട ഭർത്താവ് ഭാര്യ അടുത്ത് വരാൻ പറഞ്ഞ ലൊക്കേഷൻ പോലും പറഞ്ഞിട്ടില്ല. എടി ഗംഗയുടെ നാളെ പോയി അവളെ സർപ്രൈസ് ചെയ്യണ്ടേ? ആ പക്ഷേ വേറൊരു കാര്യമോടി, ഗംഗ മാഹിമച്ചാന്റെ ടീമിൽ ചേർന്നിട്ട് എനിക്ക് പണി തരാൻ വേണ്ടി പ്ലാൻ ഇട്ടോണ്ടിരിക്കുകയാണ് കല്യാണത്തിന്. എടി സീരിയസ്ലി മച്ചാൻ വലിയ ടീമൊക്കെ ഒരുക്കുകയാണ്. സെറ്റ് എന്നാ എടി പട്ടി നീ എന്റെ ടീമില്. നീ പണി പ്രിവെൻഷൻ ടീം. നീ എന്റെ ടീമിൽ നിക്കണേടി. ഇല്ലെങ്കിൽ വണ്ടി ഇപ്പൊ ഇറക്കി വിടുന്നുണ്ട്. കണക്ക് നോക്കുമ്പോ ആള് കുറവാണ്. എന്നിട്ട് ആ പെണ്ണ് അത് എടാ ചേട്ടന്റെ പെങ്ങളാണ് ഞാൻ. പക്ഷെ എന്നാലും ഞാൻ ഇതുവരെ കല്യാണ പണികളിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. എങ്ങനെയാണെന്ന് അറിയാനെന്ന്. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളടി, അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവളത് മറക്കുന്നു. ഞാവളെ വിളിച്ചു ചോദിക്കും നീ എന്തിനു പെണ്ണെ കാണിക്കുന്നത്? കല്യാണം പോലും ആയി. അവക്ക് അറിഞ്ഞൂടാ പഴയ ഒരു കാർത്തിക് ഉണ്ടെന്ന്. ഞാൻ റിട്ടയർഡ് ആയിട്ടിരിക്കുകയാണ് എല്ലാത്തിനും. ഞാൻ ലിസ്റ്റ് എടുത്ത് വെക്കണുണ്ട്. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് ഓർമ്മ മാഹിമച്ചാന്റെ കല്യാണത്തിന് എന്തുകൊണ്ടാണ് പണിഞ്ഞെന്നറിയാവോ? എനിക്ക് ഷവർമ്മക്കകത്ത് പേസ്റ്റ് വെച്ച് തന്നോണ്ടാണ്. ഇവിടെ മാഹിമച്ച പണ്ട് നമ്മള് ഏതൊരു കടയുടെ ഇനോഗ്രേഷന് പോയപ്പോ മച്ചാൻ എന്നെ പ്രാങ്ക് ചെയ്ത് എനിക്ക് ഷവർമ്മക്കകത്ത് മിന്റ് പേസ്റ്റ് തേച്ചിട്ട് ഞാൻ തിന്നടാ അത്.
അപ്പൊ അന്ന് ഞാൻ മച്ചാന്റെ അടുത്ത് പറഞ്ഞാണ് മച്ചാൻ ഇത് ഞാൻ മറുപടി തന്നിരിക്കുമെന്ന്. എന്നിട്ട് ആ പണിക്ക് മറുപടിയാണ് ഗൈസ് ഞാൻ മച്ചാന്റെ കല്യാണത്തിന് കൊടുത്തത്. അത് ഞാൻ ഇപ്പൊ മറന്നു, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പൊ അതാണ് ഇപ്പൊ തിരിച്ചു വരാൻ പോണത് കേട്ടാ. മച്ചാൻ ഇങ്ങോട്ട് തരണ അനുസരിച്ച് വേണം ഇനി മച്ചാന് തിരിച്ചു വല്ലതും കൊടുക്കണോ വേണ്ടോ എന്ന് ആലോചിക്കാൻ. എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കൂടാ, ഞാൻ ഒന്നും വിടൂല, ഞാൻ വെറുതെ വിടൂല, ആരെയും വെറുതെ വിടൂല. ഞങ്ങൾ അങ്ങോട്ട് ഇവളങ്ങോട്ട് ആകട്ടെ ഗൈസ്, എന്നിട്ട് വരാം. അളിയാ ഞാൻ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇടി ഇന്നലെ അല്ലേ ഇടി ഇവ അവിടെ നിന്ന് ഇറങ്ങിയത്? ഓഹോ, എനിക്കൂടെ ഒരു ഇത് തന്നിരുന്നെങ്കിൽ. അളിയാ ഞാൻ വ്ലോഗിങ് ഒക്കെ വീണ്ടും തുടങ്ങിയിരിക്കണു. കല്യാണത്തിന് പോലും ഞാൻ വ്ലോഗ് ചെയ്തിട്ടില്ല നിങ്ങളുടെ. അതെ, ഇവളുടെ ഫുൾ കല്യാണത്തിന്റെ ഫുട്ടേജ് എന്റെ വീട്ടിൽ കിടപ്പുണ്ട്. അളിയാ അപ്പൊ ഞാൻ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നാളെ നമുക്ക് ലെവളുടെ സർപ്രൈസ് നെത്തതിട്ട് അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പാടില്ലാത്തതാണ്, എന്നാലും നമ്മൾ കൊടുത്തിരിക്കും. അപ്പോ ബൈ ബൈ ഗൈസ്, നാളത്തെ വ്ലോഗിൽ കാണാം.